എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ ഏതാണ് എക്സാം വരുന്നത്? ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ ഇപ്പൊ വന്നിട്ടുള്ളത് മക്കളെ ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനായിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്നുള്ള കാര്യം പറഞ്ഞു തരാനായിട്ടാണ് മിസ് ഇപ്പൊ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാ കൂട്ടുകാരും റെഡി ആണല്ലോ? നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തോ മക്കളെ. എങ്കിൽ വേഗം നിങ്ങളുടെ പേരും അതുപോലെ തന്നെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് പോകുമ്പോൾ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് മിക്കപ്പോഴും ആക്ടിവിറ്റി 1 ആയിട്ട് തന്നെയാണ് കാണാറുള്ളത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നതാണ് കേട്ടോ. അപ്പൊ അത് മക്കൾക്ക് എങ്ങനെയാ വരാന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടീച്ചർ കഴിഞ്ഞ ദിവസം മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സെയിം അതേ മോഡൽ തന്നെ ഇന്ന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ചെറിയോ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ മക്കൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമുക്കുള്ള 5 മാർക്കും 5 ചോദ്യത്തിന്റെയും ഉത്തരം നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് 5 മാർക്ക് മിസ്സാക്കാതെ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യാം, നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് എവിടെയാണ് അതിന്റെ ആൻസർ ഉള്ളത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യം മക്കള് പെൻസിലിനോട് ആ ഒരു പാരഗ്രാഫിൽ മക്കൾ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ എഴുതുക കേട്ടോ. എല്ലാ മക്കളും ചെയ്യല്ലോ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിലോട്ട് വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ കോൺവെർസേഷൻ വരാവുന്ന ഒരു പ്രധാനപ്പെട്ട 1-2 സിറ്റുവേഷൻസ് മിസ് പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ദീദിയെ മക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ദീദി എന്ത് ചെയ്തു, കുറെ ദിവസത്തിന് ശേഷം കാണാതെ അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ തെരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ പോയതിനു ശേഷം എന്ത് ചെയ്യാണ്, കുട്ടികളും ദീദിയും തമ്മിൽ കാണാണ്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്യാ, മക്കളടുത്ത് എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കും. അതൊരു പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ മക്കള് എന്തൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എവിടെയായിരുന്നു ഇത്രയും ദിവസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദീദിയോട് അവര് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കില്ലേ? അതൊക്കെ നമ്മൾ മുന്നേ ക്ലാസ്സിൽ ചാപ്റ്ററൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ആ ഭാഗം പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ദീദിയും അതുപോലെ തന്നെ കുട്ടികളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് മക്കൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുച്ചിക്കോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ പുച്ചിക്കും അതുപോലെ തന്നെ ലൈബ്രറിയനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ പുച്ചിക്കു എന്ത് പറയാണ്, ഞാൻ എന്റെ കയ്യിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ച് കംപ്ലീറ്റ് ആയി, അപ്പൊ എനിക്ക് കുറച്ചും കൂടി ബുക്സ് തരുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് പുച്ചിക്കു സംസാരിക്കുന്നത് അല്ലെ? അപ്പം അതും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മക്കള് വീഡിയോ കാണാം കേട്ടോ. ഈ ഒരു വീഡിയോ ടീച്ചർ എന്തൊക്കെയാണ് മക്കള് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ വരാം. പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോട്ടീസ് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പൊ ഒരു നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് മക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? നോട്ടീസ് എഴുതുന്ന സമയത്ത് എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് തരുന്നത് അതിനെ കുറിച്ചിട്ട് ഒരു ഹെഡ്ലൈൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് കൊടുക്കണം, പ്ലേസ് എവിടെയാ എന്നുള്ളതും കൊടുക്കണം അല്ലെ? അപ്പൊ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനോ അല്ലെങ്കിൽ ആ വിവരം ആളുകളിലേക്ക് എത്തിക്കാനോ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ആ ഒരു നോട്ടീസ് എഴുതി തയ്യാറാക്കുന്നത് അല്ലെ? അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം, നമ്മുടെ പരിപാടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ പറയണം. അതുപോലെ തന്നെ എവിടെ വെച്ചാണ് അത് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത് അല്ലെ, ഏത് സമയത്താണ് ഏത് ദിവസമാണ് നടക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ആ പരിപാടിക്ക് പങ്കെടുക്കുന്ന മുഖ്യാതിഥിയിൽ, അതായത് ചീഫ് ഗസ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അവരാരാണ്, അതുപോലെ തന്നെ ആ പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തണം മക്കളെ, നമ്മുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തണം. അപ്പൊ വെന്യൂ അല്ലെ, പ്ലേസ് അത് എവിടെയാന്ന് ഉൾപ്പെടുത്തുക, ഡേറ്റ് ഉൾപ്പെടുത്തുക, ടൈം ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റ് ആരാണ് ഉൾപ്പെടുത്തുക, ഇനാഗുറേഷൻ ആരാണ് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം, അതിൽ ഉൾപ്പെടുത്തണം. മനസ്സിലായിട്ടുണ്ടല്ലോ? പിന്നെ ഡേറ്റ്, പ്ലേസ് ഒന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ നോട്ടീസിൽ അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മക്കളെ, ദെൻ അടുത്തൊരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തോട്ട് എഴുതാനായിട്ട് മക്കൾക്ക് ചോദിക്കുക കേട്ടോ. അത് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക്, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വാട്സ്ആപ്പിലോട്ട് മിസ് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രാവലറിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല മക്കളെ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തോട്ട് എഴുതാനായിട്ടാണ് അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് കേട്ടോ. അത് മിസ് അതിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത്
ആ ഓൾഡ് വുമൺ അത് എന്ത് സമ്മതിച്ചില്ല, അവരുടെ ഫുഡ് ഷെയർ ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടില്ലായിരുന്നു അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇദ്ദേഹം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു മക്കളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഓ ഗോഡ്, ഈ ലേഡി എന്ത് ചെയ്യില്ല, എനിക്ക് ഫുഡ് ഷെയർ ചെയ്യുന്നില്ല അല്ലെ, എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യും, ആരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു മോഡൽ മിസ് ഇട്ടിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. തോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഡയറി, അത് മിസ് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഡയറിയാണ് കേട്ടോ, നമ്മുടെ ട്രാവലറിലെ ഒരു ഡയറിയാണ്. അദ്ദേഹം എന്ത് ചെയ്യണം, അന്നേ ദിവസം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറി തയ്യാറാക്കാണ്. അപ്പൊ അതും മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, ആ മോഡൽ ഒന്ന് വായിച്ചിട്ട് പോവാ കേട്ടോ. അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഡയറി എഴുതുന്ന സമയത്ത് ഡേറ്റ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഏതാണ് ദിവസം എന്നുള്ളതും എന്ത് ചെയ്യണം, അതിൽ ഉൾപ്പെടുത്തണം അല്ലെ. പിന്നെ ഡയറി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനൊരു സ്റ്റാർട്ടിങ് വേണം. ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു ഡയറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഡയറിക്ക് ഒരു സ്റ്റാർട്ടിങ് മക്കൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചിലപ്പോൾ നമുക്ക് വരാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ചെയ്തു വരുന്നതാണ് അല്ലെ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, ഒരു പിക്ചർ തരും, എന്നിട്ട് ആ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് പറയും. അപ്പൊ ചിത്രത്തിലുള്ള ഓരോ കാര്യങ്ങളും മക്കൾ എന്താ നോക്കി മനസ്സിലാക്കിയിട്ട് അതെല്ലാം മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ആദ്യം തന്നെ ഒരു ഭംഗിയുള്ള പിക്ചർ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക അല്ലെ. നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി തോട്ടത്തിന്റെയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു പാർക്കിന്റെയോ ഒക്കെ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ സെന്റൻസ് തന്നെ എന്ത് തന്നെ എഴുതാം, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് പറഞ്ഞു തുടങ്ങാം. ഇതൊരു മനോഹരമായിട്ടുള്ള ചിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലെ. എന്നിട്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മക്കൾ ദർ ഉപയോഗിച്ചിട്ട് എഴുതും. അപ്പൊ അവിടെ ഒരു സൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ദർ ഈസ് എ സൺ എന്ന് പറയാം. ദർ ഈസ് എ സൺ ഇൻ ദി പിക്ചർ, ആ പിക്ചറിൽ ഒരു സൺ ഉണ്ടെന്ന് പറയാം. ഇനി ആ ഒരു പിക്ചറിൽ ട്രീ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദർ ഈസ് എ ട്രീ ഇൻ ദി പിക്ചർ എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ ഒരു കുട്ടി അവിടെ ഉണ്ടെങ്കിൽ ദർ ഈസ് എ ബോയ് ഇൻ ദി പിക്ചർ എന്ന് നമുക്ക് പറയാം അല്ലെ. ഇനി ഒരു ബോൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് പറയാം. അതായത് ദർ ഉപയോഗിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, മിസ് എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ലാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള സെന്റൻസ് യൂസ് ചെയ്തുകൊണ്ട്, വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നല്ല സെന്റൻസ് എഴുതുക കേട്ടോ. കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാർക്കാണ് പറയുന്നത്. ആദ്യം ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ദെൻ പിന്നെ അതിലുള്ള ഓരോ കാര്യങ്ങളും ദർ ഉപയോഗിച്ചിട്ട് എഴുതുക. ദർ ഈസ് എ ട്രീ, ദർ ഈസ് എ ബോയ്, ദർ ഈസ് എ ഗേൾ, ദർ ഈസ് എ സൺ എന്നൊക്കെ പറഞ്ഞു കാണിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, കുറച്ച് സെന്റൻസ് അധികം എഴുതുക കേട്ടോ. അപ്പോഴും മക്കൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്ത് തരും മക്കളെ, ഒരു സോങ് തരും, ഒരു 4 വരി അല്ലെങ്കിൽ 6 വരിയൊക്കെ പാട്ട് തന്നിട്ട് അതിലോട്ട് കൂടുതൽ വരികൾ ചേർക്കാനായിരിക്കും പറയേണ്ടായിരിക്കും കേട്ടോ. അത് നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരണം എന്നില്ല, നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് തന്നെയായിരിക്കും വരണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, കൂടുതൽ വരികൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ വരികൾ ചേർക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന പിക്ചേഴ്സ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ പിക്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് അത് ഉൾപ്പെടുത്തിയിട്ട് മക്കൾ എന്ത് ചെയ്യുക, കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മക്കൾ അത് കാണാം. പിന്നെ ടീച്ചർ കുറച്ച് അല്ലാത്ത നോട്ട്സ് ഇട്ട് തന്നിട്ടുണ്ട്, അതുകൂടി മക്കൾ കണ്ടിട്ട് നാളത്തെ എക്സാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.